ഭയം ഒരു പെൺപടപ്പുറപ്പാട്. മൂന്നാം ഘട്ടത്തിൽ പ്രേതഭവനത്തിനുള്ളിൽ പ്രവേശിച്ച് ചതുരംഗ പലകയും പകിടയും കണ്ടെത്തി കളിക്കുക എന്നുള്ളതായിരുന്നു മേഘയ്ക്കും റനീഷയ്ക്കും ഞാൻ കൊടുത്തിരുന്ന ടാസ്ക്. പറഞ്ഞ പ്രകാരം മേഘയും റനീഷയും ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് മനയ്ക്ക് വെളിയിൽ വന്നിരിക്കുകയാണ്. അവർക്ക് അതിനുള്ളിലുണ്ടായ ചില അനുഭവങ്ങൾ ഞങ്ങളുമായി പങ്കുവച്ചിരുന്നു. എന്താണെന്ന് അറിയണ്ടേ? ലെറ്റ്സ് സീ. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിൽ കരഞ്ഞു കൂവിയാണ് ഞാൻ വന്നത്. പക്ഷേ ഈ പ്രാവശ്യം എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു, കരയരുത്, അധികം പേടിക്കരുത് എന്നുള്ളത്. അതെന്തായാലും ഈ പ്രാവശ്യം എനിക്ക് പാലിക്കാൻ പറ്റി. കുറെ തപ്പിയെങ്കിലും ലൈറ്റൊക്കെ കുറവായിരുന്നു. എങ്കിലും ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. So, all the rest are normal. ഞാനവിടെ സ്റ്റാർട്ടിങ് പോയതും ചട്ടിയും പാത്രം എല്ലാം നോക്കി. അതിനകത്താണോ എൻ്റെ ഈ എന്താ അതിൻ്റെ പേര് പകിട ഉള്ളതെന്ന് പറഞ്ഞിട്ട്. പിന്നെ അത് കഴിഞ്ഞ് ഒരു 4 അവിടെ എത്തിയപ്പോണ്ട് മറ്റേ 2 കൺട്രീസിൽ അയില വറുത്തതുണ്ട് അതുപോലെ ആരെങ്കിലും ഒന്ന് വാതിലുറക്കുമെന്നുള്ള ശബ്ദം. അപ്പം മനസ്സിലായി ചേച്ചിന്ന്. അപ്പം ഞങ്ങൾ ചേച്ചി എന്ന് വിളിച്ച് പറയും, നീഷ ഞാനിവിടെ ലോക്കായിരിക്കാന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ അങ്ങനെ മീറ്റ് ചെയ്തു. പിന്നെ വല്ലാത്തൊരു ധൈര്യമായിരുന്നു. മാസ്റ്റർ ഇത് ഭയങ്കര ടൂ മച്ചാണ് കേട്ടോ. പോയല്ലേ, കാണില്ലല്ലോ ഒന്നാ. മാസ്റ്റർ മാസ്റ്റർ എന്തെങ്കിലും ഒന്ന് പറ മാസ്റ്റർ. ഞാൻ വെന്ത് പപ്പടാവും. എന്റെ പൾസൊക്കെ ഇടിച്ചോണ്ടിരിക്കുക. കണ്ണ് കാണണ്ടേ പകിടിയും തരികിടയും ഒക്കെ എടുക്കണമെങ്കിൽ. ഒരു വഴി എങ്ങനെ പറഞ്ഞു തരുമോ? ആണെങ്കിൽ തുറക്കാനും പറ്റണില്ല. വെള്ളം
ചങ്കിടിച്ചോണ്ടിരിക്കയാണ്. മേഘ ചേച്ചി, റിനീഷ, എനിക്ക് കേട്ടു, ഞാൻ ചേച്ചിയുടെ ശബ്ദം കേട്ടു. കിട്ടിയോ? എനിക്ക് ഒരു കുന്തവും കിട്ടിയില്ല. എനിക്ക് അതിലും കുന്തം കിട്ടിയില്ല. ഇവിടെ ഇട്ട് പേടിപ്പിച്ചോണ്ടിരിക്കുക. എന്ത് കിട്ടിയെന്ന്? എന്റെ 4 ഡോറും തുറക്കുന്നില്ല. ലോക്കായിരിക്കണോ? ആ, എന്നാ ഒരു മിനിറ്റ്, ഞാൻ എന്റെ തപ്പി എടുക്കട്ടെ, എന്നിട്ട് ഞാൻ വന്ന് രക്ഷിക്കാം. ഒന്ന് വാ, എന്റെ 4 ഡോറും അടഞ്ഞിരിക്കുക. എവിടെന്നെങ്കിലും ഒരു മിനിറ്റ്, എന്റെ ഏതെങ്കിലും ഒന്ന് കിട്ടിക്കോട്ടെ. ഞാനൊരു 4 കെട്ടിന്റെ അവിടെ നിൽക്കുന്നുണ്ട്. ഒരു മിനിറ്റ്. ഞാനും ഒരു 4 കെട്ടില്ല. ടെൻഷൻ അടിക്കണ്ട, ഞാൻ ഇപ്പൊ വരാം. ഒരു മിനിറ്റ്, ഇവിടെ എവിടെങ്കിലൊക്കെ പണ്ടാര തരികടയാ. നീ ഫ്രണ്ടിലോട്ട് വാ, ഫ്രണ്ടിലോട്ട് വാ. വന്നിട്ട് ഡോറ് തുറക്കിത് അടഞ്ഞു കിടക്കുക. ചേച്ചി, എന്റെ ചെവിയില് ഒന്നും കേൾക്കുന്നില്ല. ഞാൻ ഇപ്പൊ അങ്ങോട്ട് വരാം. ഒരു മിനിറ്റ്, ഇവിടെ എവിടെങ്കിലും ഉണ്ടോന്ന് നോക്കട്ടെ. നിന്റെ ലെഫ്റ്റ് വാ, ലെഫ്റ്റ് ലെഫ്റ്റ്. എനിക്ക് മനസ്സിലായി, ശബ്ദം കേൾക്കുന്ന ഡയറക്ഷനിലോട്ട് ഞാൻ വരാം. ഒരു മിനിറ്റ്, എന്തെങ്കിലും ഒന്നോ രണ്ടെണ്ണെങ്കിലും കിട്ടും. എനിക്ക് 2 ഒരെണ്ണെങ്കിലും കിട്ടട്ടെ. കുതിരയാ? ടെൻഷൻ. ഒരു മിനിറ്റ്, ഞാൻ വരാം. അതൊന്ന് കേട്ട് ടെൻഷൻ ആവണ്ട, പേടിക്കണ്ട. ഒരു മിനിറ്റ്, ഞാൻ പേടിച്ചല്ലോ. ഒരു മിനിറ്റ്, ഹലോ, ഞാൻ ഇവിടെ നോക്ക്, ബാക്കി നോക്ക്. ബാ, ഒരു കാര്യം ചെയ്യാം, 2 പേർക്ക് ഒരുമിച്ച് മൂവ് ചെയ്താലോ? പേടിയുണ്ടല്ല, ചെറുതായിട്ടൊരു ധൈര്യം കിട്ടിയല്ലോ, സമാധാനം. ഞാൻ നോക്കിയപ്പോഴേ പ്രാർത്ഥിക്കുക. ആദ്യം ഒറ്റയ്ക്ക് പോകുന്നതിലും ഭയങ്കര ധൈര്യമായിരുന്നു. 2 പേരൂടെ കാണുമോ എന്നുള്ള ഒരു പേടി എപ്പോഴും മനസ്സിലുണ്ടായിരുന്നു. എങ്കിലും ഞങ്ങൾ നമ്മൾ 2 പേരൂടെ കണ്ടുമുട്ടുമോ എന്നുള്ളൊരു ആ ഒരു പേടി അതുവരെ ഉണ്ടായിരുന്നു. പക്ഷെ കണ്ടുമുട്ടി. അവസാനം ഞങ്ങൾ മാത്രമേ കണ്ടുള്ളൂ. കണ്ടപ്പോ വല്ലാത്തൊരു ധൈര്യമായിരുന്നു, സത്യം. അതുവരെ ധൈര്യത്തിന് അത്ര കുറവൊന്നുണ്ടായിരുന്നില്ല. എന്നാലും കണ്ടപ്പോ വല്ല പാർക്കിലൊക്കെ പോയ പോലെ ആയിരുന്നു. പിന്നെ ഭയങ്കര ഒടുക്കത്തെ ധൈര്യം. അടച്ചേര അതിനകത്തില്ല. ഇതിന്റെ താഴേക്ക് നോക്ക്. അവരെവിടെ? അതൊക്കെ ചിലപ്പോ ഇവിടെ നോക്കി നോക്കാം. അവിടെ അതിന്റെ മേഘം നോക്കില്ല. അവളോട് പറയാം, അവിടെ ഉണ്ട്, അവിടെ നോക്കാം. ആദ്യം എനിക്ക് കേറിയപ്പോ കഴിഞ്ഞ പ്രാവശ്യത്തെ കഴിഞ്ഞും കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് ഫീൽ ചെയ്തു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഫസ്റ്റ് ആയതുകൊണ്ടാവാം, ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കാം. ഞാൻ ആദ്യമായിട്ടാണ് പ്രേതഭൂതങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണ ഒരു വീട്ടിലൊക്കെ കയറണേ. എൻ്റെ ലൈഫിലൊന്നും ഉണ്ടായിട്ടില്ല. ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാവാം എനിക്ക് അത്രയും പ്രഷറും എല്ലാം കൂടി ഒക്കെ ആയിട്ട് ഭയങ്കര ആകെ അലങ്കോലമായിരുന്നു. പക്ഷെ ഈ പ്രാവശ്യം എവിടുന്നോ ഒരു ധൈര്യം വന്നത്. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കയറിയപ്പം തൊട്ട്, റിനീഷ വന്നപ്പോൾ ആ സിറ്റുവേഷൻ തൊട്ട് അവിടെ ഒരു പോസിറ്റീവ് മൈൻഡ് ആയിരുന്നു. നെഗറ്റീവ് എനർജി അത് എന്നെ കണ്ടോണ്ട് മാത്രം അതെനിക്കറിയില്ല. എങ്കിലും അവിടെ കുറെ വിഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതായത് കൃഷ്ണന്റെ വിഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് നെഗറ്റീവ് എനർജി ഒന്നും വന്നില്ല, എനിക്ക് പോസിറ്റീവ് എനർജി തന്നെയാണ് വന്നത്. ദൈവം എന്തായാലും രക്ഷിച്ചു ഞങ്ങൾ. ധൈര്യമായി അറിയോ ഒരാളെ കിട്ടിയപ്പോ? സത്യം. ഇത്രയും വലുതാണോ? മേഘം ഒന്നും ചെയ്യുന്നില്ല. ഒന്ന് ആ സാധനം ഒന്ന് കണ്ടുപിടിച്ചു തരുമോ? ഇതാണ് കൃഷ്ണനോട് പറഞ്ഞ് കണ്ടുപിടിച്ചിരുന്നു, അല്ലെങ്കിൽ റെനീഷയുടെ അടുത്ത് പറയും. നോക്കാം, ഇനിയിപ്പോ വേറെ ഇല്ലെങ്കിൽ പിന്നെ ഈ വലുതിനെയാണ് കാണിച്ചെങ്കിലോ. 4 കരുക്കളാ വേണ്ടത്. 4 കരുക്കളില്ലേ? പകിട കളിക്കാൻ വേണ്ടിയാ. പകിടക്കകത്ത് ഇത്ര വലിയ സാധനം വെക്കില്ല. പിന്നെ ഗെയിം ബേസ്ഡ് ആയിട്ടുള്ള കുറെ കൺഫ്യൂഷൻസ് ഉണ്ടായി. അതായത് കൃഷ്ണൻ വെച്ചിരിക്കുന്ന ആ കൃഷ്ണന്റെ കൂട് തന്നെ മറ്റേ നമുക്ക് മേഘ ചേച്ചിക്ക് എടുക്കാനുള്ള ആ സാധനത്തിന്റെ ഷേപ്പായിരുന്നു. റിനീഷയുടെ ഇത് ഞങ്ങൾ ആദ്യം കണ്ടില്ല. ഫ്രിഡ്ജൊക്കെ തുറന്നൊക്കെ നോക്കിയെങ്കിൽ പോലും ഫ്രിഡ്ജിന്റെ സൈഡിലാണ് പിന്നെ ഇത് വന്നത്. പിന്നെ ഞങ്ങൾക്ക് മാസ്റ്റർ കുറച്ച് ഇൻസ്ട്രക്ഷൻ തന്നത് കൊണ്ട് ഞങ്ങൾ കുറച്ച് ഇത് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് അച്ഛൻ്റെ മുകളിലായിരുന്നു. അച്ഛൻ്റെ മുകളിൽ നിന്ന് വീഴുമെന്ന്
വിചാരിച്ചു. കൈ വയ്യാത്തോണ്ട് കാല് മുടിയുമെന്ന് വിചാരിച്ചു, പക്ഷെ ഒന്നും നടന്നില്ല. പിന്നെ ആ കട്ടയൊക്കെ ഒരുപാട് എണ്ണം ഉണ്ടായിരുന്നു, പല കളേഴ്സിൽ. പിന്നെ അതുപോലെ മേല ഉണ്ണി ഇല്ലാതെയൊക്കെ കുറെ എണ്ണം ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കൺഫ്യൂഷനായി. ഞാൻ പറഞ്ഞു മൊത്തത്തിൽ എടുക്കാനായിട്ട് പറഞ്ഞു. പിന്നെയും ഒരു 4 എണ്ണം എടുത്തിട്ട് പോയി. പിന്നെ മേലെയും 2 എണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ 2 പ്ലേയേഴ്സ് ആവുമ്പോൾ 2 പേർക്കും 2 കളേഴ്സ് ആയിരിക്കുമല്ലോ. അത് കാരണം 2 എണ്ണം വെച്ചു. പിന്നെയും കുറെ കൺഫ്യൂഷൻസ് ഉണ്ടായി. പിന്നെ എനിക്ക് ഈ മറ്റേ 6, 12 ആ സംഭവത്തില് 6 കുത്തൊന്നും ഉണ്ടായിരുന്നില്ല. അതൊരു കൺഫ്യൂഷൻ ഉണ്ടായി. വേറെ ഏതെങ്കിലും ഉണ്ടാവുന്നു. ഗൂഗിൾ ഫോട്ടോസ് നമ്മളെ മാസ്റ്റർ കാണിച്ചപ്പോൾ പറഞ്ഞിരുന്നു പല കളറിലാവാം, പല ഡിഫറെന്റ് ഷെയ്ഡ്സിലാവാം, അതൊന്നും കുഴപ്പമില്ല. പക്ഷെ ഈ ഒരു ഷേപ്പിലുള്ള സാധനമായിരിക്കണം നിങ്ങൾ കരുക്കൾ എടുക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ റിനീഷോട് പറഞ്ഞത് കളർ നോക്കണ്ട, നമുക്ക് 4 എണ്ണം എടുക്കാൻ പറഞ്ഞു. 4 എണ്ണം നമ്മൾ എടുത്തു. അതുപോലെ തന്നെ പകിട അതുപോലെ തന്നെ ഏകദേശം ഷേപ്പിലുണ്ടാവും എന്ന് പറഞ്ഞു. അതും 2 എണ്ണം ഞങ്ങൾ പകിട എടുത്തു. കിട്ടി 4 എണ്ണം. അല്ല ഇതില്ല കമ്പിത്തിരിയുടെ മണം അല്ലേ? ഇതൊക്കെ തന്നെ 4 എണ്ണം എടുത്താൽ മതി, കൂടുതൽ എടുക്കണ്ട. ഇതുള്ളത് നോക്കി എടുക്കും. അതില്ല, അതുണ്ട്. ഇതാ ഓക്കെ, ബാക്കിയുള്ള ഇല്ലാത്ത മാറ്റും. ഇതുണ്ട്, എടുക്ക്. ഇതിൽ കളർ നോക്ക്, അതിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഉണ്ടാവും. നമുക്ക് എല്ലാം എടുത്ത് പുറത്ത് വെക്കാം. എന്നിട്ട് ബെറ്റർ ഏതാന്ന് വെച്ചാൽ അത് നോക്കി എടുക്കാം വെറുതെ. ശരി, ഓക്കെ. ഇപ്പൊ ഇത്തിരി സമാധാനമായില്ലേ ഒരെണ്ണമെങ്കിലും കിട്ടിയപ്പോ? ഓക്കെ, ഇതൊക്കെ വെക്കേ. പകിടയില്ലാതെ കരുക്കൾ മാത്രം കൊണ്ട് എന്ത് പ്രയോജനം? ഒരു പ്രയോജനമില്ല, അത് തപ്പിക്കൊണ്ടിരിക്കണം. നിങ്ങൾ വന്ന വഴിക്ക് എവിടെയോ പകിട മറന്നു വെച്ച് കാണും. ചേച്ചി ഒരു മിനിറ്റ് ഈ റൂം കംപ്ലീറ്റ്ലി നോക്കിയിട്ട് പോവാം. 2 മണിയാണ്ട. പക്ഷെ ഈ റൂമിലില്ല, നമ്മൾ വന്ന വഴിയാണെന്നാ പറഞ്ഞേ. ഞാൻ പറഞ്ഞില്ലേ പൈപ്പിന്റെ അവിടെ ആയിരിക്കും, ആ ജനലിന്റെ അവിടെ ഉറപ്പാണ്. ആ വെള്ളം കുടിക്കുന്നിടത്താണ്. ഞാൻ പറഞ്ഞില്ലേ പൈപ്പിന്റെ അവിടെ ആയിരിക്കും, ആ ജനലിന്റെ അവിടെ ഉറപ്പാണ്. ആ വെള്ളം കുടിക്കുന്നിടത്താണ്. അതിനിടയ്ക്ക് കളം കണ്ടുപിടിക്കുന്നതിന് മുന്നേ അവിടെ കുറെ ഭസ്മം കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇനി അവിടെ നമ്മൾ വരയ്ക്കണമെന്ന് പറഞ്ഞ് ഞങ്ങളൊരു ലൂഡോ പോലെയൊക്കെ വരയ്ക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു, ഭസ്മൊക്കെ എടുത്ത്. പിന്നെ മണത്ത് നോക്കിയപ്പോണ്ട് നല്ല ഭസ്മത്തിന്റെ മണം. ഏതെങ്കിലും മരിച്ച ആത്മാക്കളുടെ ഭസ്മാണോന്ന് വരെ പേടിച്ചു. ഇൻസ്ട്രക്ഷൻ തന്നു മാസ്റ്റർ, മുകളില് ആണ് എന്നുള്ളത്. ഫസ്റ്റ് ഫ്ലോറിലാണ്, നിങ്ങളുടെ റിസ്കില് സ്റ്റെയർ കേസ് കയറി പൊക്കോന്ന് വിചാരിച്ചു. അപ്പൊ അവിടെ കയറൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു വല്ല സ്റ്റെയറൊക്കെ തല്ലി പൊട്ടിച്ചിട്ടിട്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഓൾറെഡി നമ്മള് റിസ്ക് അല്ലേ, അപ്പൊ ഞങ്ങൾ പിടിച്ച് മെല്ലൊക്കെ കയറി. ടൈം കുറച്ച് കൂടുതൽ എടുത്തെന്ന് തോന്നുന്നു, കാരണം ചുറ്റി വന്നു. 2 പേരും കണ്ടുമുട്ടാനായിട്ട് കുറച്ചു നേരം ടൈം കൂടുതൽ എടുത്തു. എനിക്ക് ആ റൂമിൽ നിന്ന് പുറത്ത് പോവാനായിട്ട് എല്ലാ കഥകളും അടച്ചിരിക്കലും. പിന്നെ ഒരു വാതിൽ തുറന്നപ്പം എന്തോ ഒരു രൂപം പോലെ ഒരു മനുഷ്യനെ ഞാൻ അവിടെ കണ്ടു. ആരാണാവോ പ്രേതാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പൊ എന്റെ ഭയം കൂടി. അത് കഴിഞ്ഞ ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞപ്പോഴാണ് റിനീഷയുടെ സൗണ്ട് ഞാൻ കേട്ടത്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചെന്നപ്പോ തൊട്ട് റിനീഷ എന്ന് പറഞ്ഞ് കാണും. വഴി കാട്ടിത്തരൂ. എന്നെ പറ്റിച്ച് 2 പേരും വന്നു വരുമെന്ന് പറഞ്ഞിട്ട് അതില് തുറക്കാതെ ഞാൻ എന്ത് ചെയ്യാനാണ്? എന്റെ ദയനീയമായ അവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്ക്. ആദ്യം എനിക്ക് ഫ്രിഡ്ജൊക്കെ കണ്ടപ്പോൾ നമ്മുടെ പൃഥ്വിരാജിന്റെ സിനിമയിലെ പോലെ ഫ്രിഡ്ജ് പൊട്ടിത്തെറിക്കുമോ എന്നൊക്കെ ഒരു പേടിയുണ്ടായിരുന്നു. പക്ഷെ ഫ്രിഡ്ജൊന്നും പൊട്ടിത്തെറിച്ചില്ല. ഞങ്ങൾ ഫ്രിഡ്ജൊക്കെ തുറന്നു നോക്കി, അതിനകത്ത് സാധനങ്ങളൊക്കെ പുറത്തെടുത്തു. എന്തായാലും നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഈ പ്രാവശ്യം. സെക്കൻഡ് ടൈം അത്ര അങ്ങോട്ട് ഫസ്റ്റ് ടൈം പോലെ എനിക്ക് പേടിക്കേണ്ടി വന്നില്ല, കാരണം എന്റെ ഫസ്റ്റ് എപ്പിസോഡ് ഭയങ്കര ഭീകരമായിരുന്നു. ഞങ്ങൾ 2 ആളും അങ്ങോട്ടും ഇങ്ങോട്ടും കോപ്പറേറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് ഗെയിം നമ്മുടെ വ്യൂ പോയിന്റിൽ നല്ല രീതിയിൽ ഗെയിം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിനെ മാർക്ക് എങ്ങനെയാണ് അത് അനലൈസ് ചെയ്യുന്നത്, നമ്മുടെ പെർഫോമൻസ്. പിന്നെ ഒത്തിരി ടൈം എടുത്തു. നമ്മൾ വന്ന വഴി തന്നെ കറങ്ങി പിന്നീട് നമുക്കൊരു ഗൈഡ് ലൈൻ പോലെ ഒരു ക്ലൂ തന്നു. നിങ്ങൾ വന്ന വഴിയിൽ തന്നെ നന്നായി നോക്കണം,
ഫ്രിഡ്ജ് അവിടെ വെറുതെ വെക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ വീണ്ടും അങ്ങോട്ട് പോയത്. അപ്പൊ ഇച്ചിരി ടൈം എടുത്തിട്ടുണ്ട്. ആ വീട്ടിനുള്ളിൽ നിന്ന് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണമെന്നായിരുന്നു കൺക്ലൂഷൻ എന്ന് എനിക്ക് തോന്നുന്നു. അത് നമ്മൾ എന്തായാലും നല്ല രീതിയിൽ കീപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ് വിശ്വാസം. നമുക്ക് നോക്കാം എന്ത് ആസ്പെക്റ്റിലാണ് അവര് മാർക്ക് ഇടുന്നതെന്ന് നോക്കാം, എന്നിട്ട് അതിനനുസരിച്ച് നോക്കാം. എന്തായാലും രണ്ടുപേരും കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. 3-ാം ഘട്ടത്തിൽ പ്രേതാലയത്തിനുള്ളിൽ പ്രവേശിച്ച് കളഭച്ചെപ്പും ചിലമ്പും കണ്ടെത്തി പരദേവതയുടെ മുന്നിൽ സമർപ്പിച്ച് മുദ്രമോതിരം അണിഞ്ഞ് പുറത്തെത്തുക എന്നുള്ളതായിരുന്നു ശില്പയ്ക്കും ധന്യയ്ക്കും ഞാൻ കൊടുത്തിരുന്ന ടാസ്ക്. പറഞ്ഞത് പ്രകാരം വളരെ കൃത്യമായി ടാസ്ക് പൂർത്തീകരിച്ച് ശില്പയും തന്നെയും മനക്ക് വെളിയിലെത്തി. പക്ഷെ ക്യാമറയ്ക്ക് ഒപ്പിയെടുക്കാൻ സാധിക്കാത്ത എന്തെങ്കിലും അവർക്ക് അവിടെ അനുഭവിക്കാൻ സാധിച്ചു. അറിയണ്ടേ? ലെറ്റ്സ് സീ. ഞാൻ അവിടെ ചെന്ന് ആദ്യം ഒരു 4 കെട്ടിലെ ഒരു നടുമുറ്റത്തിന്റെ അങ്ങോട്ടേക്കാണ് ചെന്ന് പെട്ടത്. ബാക്കി കുറെ റൂംസ് ഒക്കെ ലോക്ക്ഡ് ആയിരുന്നു. അതൊക്കെ തുറക്കാൻ നല്ല പേടിയുണ്ടെങ്കിൽ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അവിടെ ചെന്നപ്പം എനിക്ക് ഈ ചിലമ്പ് മറ്റേ കളഭമൊക്കെ ഉണ്ടാവുക സാറിന് ഈ എന്തെങ്കിലും ഒരു സ്പെഷ്യലായിട്ടുള്ള സ്ഥലത്തായിരിക്കും വെക്കുക എന്നുള്ളൊരു ഐഡിയ ആയിരുന്നു. ഞാൻ അവിടെ കൃഷ്ണന്റെ ഒരു ഇതുണ്ടായിരുന്നു, കൃഷ്ണനെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ചുറ്റും കുറെ തപ്പി നോക്കി, കിട്ടിയില്ല. അവിടെ പക്ഷെ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഞാൻ കളഭം കിട്ടി. പക്ഷെ എനിക്ക് എടുക്കാൻ പറ്റില്ല, കാരണം എൻ്റെ ടാസ്ക് അതല്ലായിരുന്നു, എൻ്റെ പേരൻ്റെ ടാസ്ക് ആയിരുന്നു അത്. പക്ഷെ ഞാൻ അത് കണ്ടിട്ട് ഞാൻ വിചാരിച്ചു പേർ വന്നിട്ട് അവൾ എടുക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അത് വിട്ടിട്ട് പോയി. പിന്നെ ഞാൻ നേരെ പോയി എത്തിയപ്പോഴത്തേനും എനിക്ക് ദേവിയുടെ അടുത്ത് എത്താൻ പറ്റി. പക്ഷെ എനിക്ക് ഇടയിലുള്ള എൻ്റെ ടാസ്കിന്റെ ഇതാണ് എനിക്ക് മിസ്സായത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറെ തപ്പി. പക്ഷെ എനിക്ക് ശില്പയ്ക്ക് പറഞ്ഞു കൊടുക്കണമെന്നുണ്ട്, പക്ഷെ പറഞ്ഞു കൊടുത്ത എന്റെ പോയിന്റ് പോകുന്നുള്ളതുകൊണ്ട് പറയാനും പറ്റിയില്ല. അവളെ എന്റെ മുമ്പിൽ കൂടെ കുറെ പ്രാവശ്യം എനിക്ക് കാണാൻ പറ്റുന്ന എന്റെ കാല് വയ്യ, കുറെ പ്രാവശ്യം കരഞ്ഞുകൊണ്ടൊക്കെ പോയി. മാസ്റ്റർ എന്റെ കാല് മനുഷ്യന് കാല് വയ്യാണ്ടിരിക്കാണ്ടാ, നീ ഇതിവിടുന്ന് വീഴണോ? പക്ഷെ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ല. അതില് എന്താ പറയാ, മാർക്ക് പോകുന്നുള്ളതുകൊണ്ട് പറയാൻ പറ്റിയില്ല. ആള് കരഞ്ഞോണ്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു. അതില് ചെറിയ വിഷമമുണ്ട്. ഒന്നിങ്ങനെ ആംഗയൊക്കെ കാണിക്കണം എന്നുണ്ടായിരുന്നു, പറ്റിയില്ല. ഞങ്ങൾക്ക് ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് യാതൊരു ഉറപ്പുണ്ടായിരുന്നില്ല. കാരണം ആള് വളരെയധികം ക്ഷീണിച്ച് അത് കാല് വയ്യാന്ന് പറയുന്നുണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. ഞാൻ ശരിക്കും അവിടെ ചെന്നപ്പോഴേ കണ്ടതാണ് കളഭം. പക്ഷെ എനിക്കിത് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലായിരുന്നു. ഞങ്ങളുടെ പോയിന്റിനെ ബാധിക്കും, ഇവിടുന്ന് പറഞ്ഞു വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല എന്ന്. അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അത് പറഞ്ഞു കൊടുത്തിട്ട് ആൾക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് അനുവദിച്ചേനെ. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് കുറെ ടൈം എടുത്തു. അതുകൊണ്ട് അത്രയും നേരം ആളവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. മാസ്റ്റർ 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 കാലും വയ്യാതെ അവിടെ ഇരിക്കുകയായിരുന്നു നിലത്ത്. പിന്നെ നല്ല മിഡ് നൈറ്റ് കഴിഞ്ഞുകൊണ്ട് തന്നെ
വല്ലാത്തൊരു സമയം. നമുക്ക് ഉറക്കമാണ്, ക്ഷീണാവും, ടയേർഡാവും. തപ്പി തപ്പി ഞാനും ഒരു വഴിയായി. എൻ്റെ പൊന്നെ, ഞാൻ 2 റൂമിൽ കിടന്ന് കറങ്ങാണ്. എനിക്ക് ഭ്രാന്തവണുണ്ട് മാസ്റ്റർ. മാസ്റ്റർ എന്തെങ്കിലും ഒന്ന് പറയേ. ശരിക്കും പറഞ്ഞാൽ നല്ല ദേഷ്യമുണ്ട്, സങ്കടം ഉണ്ടായിരുന്നു. ഒരക്ഷരം പറഞ്ഞില്ല, ഒരു രീതിയിൽ ഒരു ഗൈഡിങ് ഇല്ലായിരുന്നു. ഞാനവിടെ വീണ് കിടന്നിട്ട് കരയുന്നുണ്ട്. മാസ്റ്റർ, എന്റെ കാല് പോയി, എന്തെങ്കിലും ഒന്ന് പറ. എനിക്ക് ദേഷ്യമാണോ കരച്ചിലാവണെന്ന് എനിക്ക് തന്നെ അറിയില്ലായിരുന്നു. ഞാൻ കാല് വയ്യ, എനിക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞതാന്ന് അവിടെ കിടന്ന് പറയുന്നുണ്ട്. ഒരു രീതിയിലും ഒരു കാര്യം പോലും റൈറ്റ് വേ. ഞാൻ അവിടെ ചെന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ തന്നെ കണ്ടെത്തുക ചെയ്തേ. പക്ഷേ ഞാൻ അതിനു മുന്നേ അവിടെ ചെന്നപ്പോൾ അത് റൈറ്റ് വേ അല്ല എന്നാ പറഞ്ഞത്. പക്ഷെ അവിടെ നിന്ന് തന്നെ എനിക്ക് ആദ്യം കിട്ടി. പിന്നീട് പറഞ്ഞ് റൈറ്റ് എന്ന് പറഞ്ഞു. ഒരു രീതിയിലും മനുഷ്യന് മനസ്സിലാവാത്ത രീതിയിലായിരുന്നു ഫുള്ള് ഗൈഡിങ്. ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ട് ഒരു രീതിയിൽ റെസ്പോണ്ട് ഇല്ലായിരുന്നു. മാസ്റ്റർ എന്തെങ്കിലും ഒന്ന് പറ പ്ലീസ്, എന്റെ കാല് നല്ല വേദന എടുക്കുന്നുണ്ട്. അതാവേ